അയ്യോ അയ്യോ. എടി, അമ്മായിക്ക് എന്താ വേണ്ടേ? ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ച പോരെ? എനിക്ക് സമ്മതമാണ്. ഈ വീടിനോടുള്ള അച്ഛന്റെ ആത്മബന്ധം എന്താണെന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവില്ല. പക്ഷെ എനിക്കറിയാം, അച്ഛന്റെ മനസ്സ് നോവാതിരിക്കാൻ എനിക്കിത് ചെയ്തേ പറ്റൂ. ഈശ്വര, അമ്മായി ജയിച്ചു. എല്ലാം അമ്മയുടെ തീരുമാനം പോലെ നടക്കട്ടെ. അവക്കേ ബുദ്ധിയുണ്ട്, ജീവിക്കാനുള്ള ബുദ്ധി. ഭഗവാനെ, എന്റെ അച്ഛന് വേണ്ടി ഞാൻ ഈ തീരുമാനം എടുക്കുകയാണ്. ഇതുവരെ എന്റെ പ്രാർത്ഥനയില് എന്നെ അവിടുന്ന് കൈവിട്ടിട്ടില്ല. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇതാണ് അവിടുന്ന് വിധിച്ചതെങ്കിൽ ആ തീരുമാനം നടക്കട്ടെ. ആ, ഞാനിതങ്ങ് ഉറപ്പിക്കുവോ രഘുവേട്ട. രഘുവേട്ടൻ എത്രയും പെട്ടെന്ന് ലീവ് നോക്കിക്കോ. ആ തിരക്ക് തന്നെ, എത്രയും പെട്ടെന്ന് നിത്യമോളെ ഇങ്ങ് കൊണ്ടുവരാനുള്ള തിരക്ക്. അത് രഘുവേട്ടൻ എന്റെ കുട്ടിയെ കാണുമ്പോ മനസ്സിലാവും. ദൈവം എനിക്ക് കാണിച്ചു തന്നതല്ലേ അവളെ. ദൈവം കൂട്ടിച്ചേർക്കേണ്ടവരെ കൂട്ടിച്ചേർത്തിരിക്കും. മാറിലേ നീരലായി മാഞ്ഞിടാ മാത്രകൾ മറവിയിലാഴുന്നു മനസ്സിലെ കരിയില മൂടുന്നു കരളിലെ രൂപങ്ങൾ താനിമായുന്നുവോ താരിളം തിങ്കളെ മേലെ മേടേറിയോ മധുര നൊമ്പര കാറ്റേ പോകയോ കേഴുന്നുവോ തേടുന്നുവോ നിന്നോർമകൾ ഹലോ, എന്താ അമ്മാവാ? ആ അതെ മോനെ, വീണ ഇതുവരെ വന്നിട്ടില്ല. രാത്രി ഒരുപാടായല്ലോ, ഇവളിത് എവിടെ പോയിരിക്ക? അതെ മോനെ, നീ പെട്ടെന്നൊന്ന് വീട്ടിലോട്ട് വാ, എന്നിട്ട് ഞാനൊന്ന് ഇറങ്ങി അന്വേഷിക്കാം.
അമ്മാവൻ ഈ രാത്രി എവിടെ പോയി തിരയാനാ? ഞാൻ അന്വേഷിച്ചോളാം. അമ്മാവൻ പേടിക്കണ്ട, ഞാൻ അവളെയും കൂട്ടി വന്നോളാം. ആ എൻജോയ്. ഈ ഫാമിലിയോടൊത്തുള്ള ലൈഫ് എന്ത് ബോറാ. അച്ഛന്റെ ഉപദേശം, അനങ്ങിക്കൂടാ, നിന്നൂടാ, നടന്നൂടാ. ഇതാണ് ലൈഫ്, ഇതാണ് ഫ്രീഡം. എന്താ എന്തിനാ വന്നത്? നീ വാ, നമുക്ക് വീട്ടിൽ പോവാം. എന്നെ കൊണ്ടുപോവാൻ താൻ ആരാടോ? ഏ വീണ, വാട്ട് ഈസ് ദ മാറ്റർ? ഹൂ ഈസ് ഹി? ദിസ് ഈസ് ഹരിശങ്കർ, ദ ഗ്രേറ്റ് ഹരിശങ്കർ. അങ്ങനെ പറയണം. വലിയ കർഷകനാ. കൃഷി ഞങ്ങളുടെ പാടത്താണെന്ന് മാത്രം. തന്തയും തള്ളയൊന്നും അല്ല, എന്റെ അച്ഛൻ കൊടുത്ത ലൈഫാ. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്നെ ഉപദേശിച്ച് കൊല്ലുന്ന ആൾ ഇതാണ് ആ മുതല്. വീണ, നിന്നെ അച്ഛൻ കാത്തിരിക്കുക. ഒരു സിപ്പ് അടിച്ചാലോ? ആ, ഒരു കാര്യം പറയാൻ മറന്നു. ഞാൻ അടിച്ചോളാം. ഇയാള് കവിയാ, മഹാകവി. ഓ റിയലി? എന്നാ പിന്നെ മഹാകവി ഒന്ന് പാടട്ടെ. കമോൺ മാൻ. കവിത വെറുതെ വിടാൻ പറ്റില്ല, ലഹരി വേണം. എടുത്ത് കൊടുക്കടാ. അടിക്കൂ ബ്രോ. എനിക്ക് വേണ്ട വീണ, നിന്നോട് ഞാൻ വരാനാ പറഞ്ഞത്. ഇത് പാടത്ത് കൊത്തിക്കളക്കുന്ന കയ്യ. കാര്യത്തറിയണമെന്നുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോന്ന്? തോൻ എന്റെ ഫ്രണ്ടിനെ അടിച്ചു അല്ലേ? നിന്റെ മുഖത്ത് വീഴേണ്ട അടിയ. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിന്നാ ഞാൻ അതിനെ മടിക്കില്ല. വരാനല്ലേടി പറഞ്ഞത്? ഇങ്ങോട്ട്. ആഘോഷങ്ങളൊക്കെ നല്ലതാ, പക്ഷെ അതിന് പുറപ്പെടുന്നത് ഒരു കുടുംബത്തിൽ നിന്നാ. അത് ഓർമ്മ വേണം നിനക്കൊക്കെ. കേറി. കരിങ്കല്ല അവന്റെ കൈ. ആ തിരുമേനി, വരൂ വരൂ. യാത്രയൊക്കെ നന്നായിരുന്നോ തിരുമേനി? പെട്ടെന്ന് അങ്ങനെ ഒരു യാത്ര പ്രതീക്ഷിച്ചതല്ല. മക്കളും മരുമക്കളും കൂടി ഒരേ നിർബന്ധം. പോകാതെ നിവൃത്തിയില്ലാതായി. സംഗതി രസമായിരുന്നു. എന്താ രഘുസാറിന്റെ വിശേഷം? ജീവന്റെ കല്യാണത്തിൽ തീരുമാനം ഉണ്ടായാൽ ഉടനെ തന്നെ വരും. അതിനാദ്യം പൊരുത്തം അറിയണ്ടേ? അറിയണം. തിരുമേനി നല്ലൊരു കുട്ടിയാ. ഈശ്വരൻ ചില ലക്ഷണങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നു. പക്ഷേ വിധിപ്രകാരം ഉള്ളത് വിധിപ്രകാരം തന്നെ നടക്കണമല്ലോ. അത് വേണം. ഓ, രഘുവേട്ടനാണെന്ന് തോന്നുന്നു. തിരുമേനി വരുമ്പോ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാനിപ്പോ വരാം. ആയിക്കോട്ടെ.
ഈശ്വര, ജാതകങ്ങൾ തമ്മിൽ പൊരുത്തമില്ലല്ലോ. വലിയ പ്രതീക്ഷയോടെ അവരിയ്ക്കുന്നത്. എങ്ങനെയാ പറയുക? തിരുമേനി, ഒന്ന് പുറത്തേക്ക് വരുമോ? എന്തു പറ്റി? മുഹൂർത്തം നോക്കുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മ സംസാരിച്ചു തീരാൻ കുറച്ച് സമയമെടുക്കും. വരൂ. എന്താ മോനെ? ഇതെന്തിനാ? സത്യവിരുദ്ധമായ എന്തെങ്കിലും പറയാനാണെങ്കിൽ നടക്കില്ല. നടക്കും. നടക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആയുസ് കൂട്ടിക്കിഴിച്ച് പറയുന്ന ജ്യോത്സ്യരുടെ ആയുസേ ഞാൻ ഗണിക്കേണ്ടി വരും. ജാതകങ്ങൾ തമ്മിൽ പൊരുത്തമില്ല എന്ന് പറയണം. വിവാഹം മുടക്കണം. മനസ്സിലായോ? എന്താ തിരുമേനി? നേരെ ചൊവ്വയെ നോക്കിയാലും ഇത് തന്നെയാ പറയേണ്ടത്. സത്യം വിളിച്ചു പറയാനാണ് പണം തരുന്നതെങ്കിൽ ലക്ഷ്മി ദേവി നിഷേധിക്കേണ്ട കാര്യവുമില്ല. വിവാഹം നടക്കില്ല, ഉറപ്പ്. എന്താ അമ്മേ? അതും മോന്റെ ആലോചന തുടങ്ങി കല്യാണം വരെ എല്ലാം നേരിട്ട് നടത്തണമെന്നായിരുന്നു രഘുവേട്ടന്. അമ്മയുടെ സംസാരം നീളുന്ന കണ്ടപ്പോ ഞാൻ തിരുമേനിയെ പുറത്തേക്ക് വിളിച്ചതാ. ഇവിടെ ഇരുന്ന് ബോറടിക്കണ്ടല്ലോ. അത് നന്നായി. എന്നാ നമുക്കിത് നോക്കിയാലോ തിരുമേനി? ആയിക്കോട്ടെ. എന്താ തിരുമേനി? വേറൊന്നും തോന്നരുത്. ഈ ആലോചനയുമായി മുന്നോട്ട് പോകണ്ട. ഗ്രഹനിലകൾ തമ്മിൽ ആരസൗരി യോഗത്തിലാണ്. ആരസൗരി യോഗേതു സർവം നാശയാദിക്ഷണ എന്നാ പ്രമാണം. ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ഒരാളുടെ മരണത്തിന് വരെ സാധ്യതയുണ്ട്. ഇനി ഇതിലൊരു ചിന്ത വേണ്ട. അവസാനിപ്പിക്കുക.
അവരോട് ആ ജാതകം അങ്ങ് തിരിച്ചു വാങ്ങിക്കണം. ഇനി അവരത് കൈവയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ഏട്ടൻ പോയി വാങ്ങില്ലേ? അല്ല നളിനി, അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോവാം. വേണ്ട, ഞാൻ പോയി വാങ്ങിച്ചോളാം. എങ്കിൽ ഇന്ന് തന്നെ ഇറങ്ങിക്കോ, വൈകണ്ട. എന്താ? നിത്യ ഉറങ്ങുന്ന കാണാൻ എന്തൊരു ഭംഗിയാ. എന്തിനാ വന്നേ? അതെന്താ നിത്യ, എനിക്ക് നിത്യയുടെ മുറിയിൽ വന്നൂടെ? നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, നമുക്കെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യണ്ടേ? എന്ത് പ്ലാൻ ചെയ്യാൻ? കല്യാണം കഴിക്കാൻ പോകുന്നവരെ അതിനു മുമ്പ് ഭയങ്കര പ്ലാനിങ്ങാ. എത്ര കുട്ടികൾ വേണം, അതിലെത്ര ആണ് വേണം, എത്ര പെണ്ണ് വേണം, പിന്നെ കല്യാണം കഴിയുമ്പോ തന്നെ എവിടെയൊക്കെ പോണം. വിമലേട്ട് പോ, എനിക്ക് നല്ല തലവേദനയാണ്. ഞാൻ ബാം ഇട്ട് തരട്ടെ? ഭാര്യമാർക്ക് തലവേദന വന്ന ഭർത്താക്കന്മാരല്ലേ മരുന്ന് വരട്ടി കൊടുക്കേണ്ടത്. വിമലേട്ടനോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ഒന്ന് ഇറങ്ങി പോവോ? ഈ നിത്യക്ക് ഒരു സ്നേഹവും ഇല്ല. അതെ, നിത്യ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരുവോ? നോക്കിക്കോ, നമ്മുടെ കല്യാണം കഴിഞ്ഞാലേ ഞാൻ എല്ലാ ദിവസവും നിത്യയെ കൊണ്ട് പാട്ട് പാടിക്കും. എന്നിട്ട് ആ പാട്ട് കേട്ടായിരിക്കും ഞാൻ ഉറങ്ങുക. നിത്യ ഇവിടെ വന്നിരിക്കും, എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം. നിത്യയുടെ പാട്ടും കേട്ട് കിടന്ന് ഉറങ്ങണം എനിക്ക്. ഇറങ്ങി പോടോ, ശൃംഗരിക്കാൻ വന്നിരിക്കുന്നു. നോക്കിക്കോ, ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കൂ. കരയാണോ? അല്ല. എന്ത് കഷ്ടോ, അമ്മ ഇത്രയൊക്കെ ആഗ്രഹിച്ചിട്ടും ജാതകം ചേരാണ്ട് പോയല്ലോ. ഭാഗ്യം വേണം, എനിക്കതില്ലാതെ പോയി. നിത്യമോൾ ആഗ്രഹിച്ചിട്ടുണ്ട്, അതിനോട് ഞാൻ എങ്ങനെ പറയുമെന്ന്. അമ്മ ഇനി ആ കുട്ടിയെ കാണൂ? കാണണം, ഒരിക്കൽ കൂടി ഒന്ന് ചേർത്ത് പിടിക്കണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണിത്. വാങ്ങളെ. അമ്മേ, ആരാ വന്നേന്ന് നോക്ക്. വാങ്ങൾ.